ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹം പ്രകോപിക്കപ്പെടുന്നില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13-5 സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. കോപം പലപ്പോഴും പരാജയത്തിന്റെ അടയാളമാണ്. കോപത്തെ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ, അന്യായമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ, ഒരാളെ പരിഹസിക്കുമ്പോഴോ അപമാനിക്കുമ്പോഴോ അവൻ കോപത്തോടെയല്ല, മറിച്ച് ദിവ്യ സ്നേഹത്തോടെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ അവൻ പരീക്ഷണത്തെ ജയിച്ചു. സ്നേഹത്തിലൂടെ കോപത്തെ ജയിക്കുന്ന വ്യക്തി എല്ലാ സാഹചര്യങ്ങളിലും വിജയിയായി തുടരും. ഒരു സ്ത്രീയെ കഠിനനും ക്രൂരനുമായ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു. അയാൾ തന്റെ സമ്പത്തിനു വേണ്ടി മാത്രം അവളെ വിവാഹം കഴിച്ചു. ഒരു ദിവസം രാവിലെ ഒരു ചെറിയ പ്രശ്നത്തിന് അയാൾ അവളെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് തിരിച്ചെത്തിയപ്പോൾ സ്നേഹപൂർവ്വം തയ്യാറാക്കി തന്റെ മുൻപിൽ വച്ചിരിക്കുന്ന ഒരു ഭക്ഷണം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. ഭാര്യ അദ്ദേഹത്തെ സൗമ്യമായി ഇരിക്കാൻ ക്ഷണിച്ചു. ശ്രദ്ധയോടെ വിളമ്പി. അദ്ദേഹം ചോദിച്ചു, "ഇന്ന് രാവിലെ ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചോ?" അവളുടെ മറുപടി അവന്റെ ഹൃദയത്തെ തുളച്ചു കയറി. അവൾ പറഞ്ഞു, "നീ എന്നെ അടിച്ചില്ല, നീ നിന്നെ തന്നെ വേദനിപ്പിച്ചു. ദൈവമുൻപാകെ ഞാൻ എൻ്റെ കൈ നിന്റെ കയ്യിൽ വെച്ച ദിവസം എൻ്റെ മുഴുവൻ ആത്മാവും നിന്നുടേതായി. ഭാര്യയ്ക്ക് സ്വന്തം ശരീരത്തിന്മേൽ അധികാരമില്ല, ഭർത്താവിനാണ് അധികാരമെന്ന് 1 കൊരിന്ത്യർ 7-4 തിരുവെഴുത്ത് പറയുന്നില്ലേ? ദൈവം എനിക്ക് തന്ന തല നീയാണ്, ഞാൻ നിന്റേതാണ്. നീ എന്ത് ചെയ്താലും നിന്നെ അല്ലാതെ എനിക്ക് ഈ ലോകത്ത് സ്നേഹിക്കാൻ മറ്റാരുമില്ല." അവളിത് പറഞ്ഞപ്പോൾ അവൻ കണ്ണുനീർ വാർത്തു. ആ ദിവസം മുതൽ അവരുടെ വീട് ആഴമായ സ്നേഹത്താൽ പുനർനിർമ്മിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്തു. കോപം സ്നേഹത്താൽ കീഴടക്കപ്പെട്ടു. ക്രൂശിൽ കിടക്കുന്ന കർത്താവായ യേശുവിനെ നോക്കൂ. അവൻ അത്തരം കടുത്ത അപമാനങ്ങളിലൂടെയും ലജ്ജപ്പെടുത്തലിലൂടെയും പരിഹാസത്തിലൂടെയും കടന്നുപോയി. അവനെ ചമ്മട്ടി കൊണ്ടടിക്കുകയും ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. അവൻ കോപിച്ചോ? ഒരിക്കലുമില്ല. പകരം അവൻ പ്രാർത്ഥിച്ചു, "പിതാവേ, അവരോട് ക്ഷമിക്കണമേ, കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല." ഇത് ലൂക്കോസ് 23-34 കാണപ്പെടുന്നു. അങ്ങനെയാണ് കോപം ജയിക്കപ്പെടുന്നത്. സ്നേഹം അനേകം പാപങ്ങളെ മൂടുന്നു. പാപങ്ങൾ മൂടുന്നിടത്ത് കോപത്തിനോ പരുഷതയ്ക്കോ ഇടമില്ല, കലഹങ്ങൾക്കോ ഭിന്നതയ്ക്കോ ഇടമില്ല. സ്നേഹം ദൈവികമായി ഭരിക്കുന്നു. ഈ ലോകം വിടുന്നതിന് മുൻപ് യേശു തന്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ചു പറഞ്ഞു, പരസ്പരം സ്നേഹിക്കുക. അവൻ തന്നെയായിരുന്നു അതിന് ഉത്തമ ഉദാഹരണം. അവൻ പറഞ്ഞു, "ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം." ഇത് യോഹന്നാൻ 15-12 കാണപ്പെടുന്നു. ദൈവമക്കളെ, കോപത്തെയും ക്രോധത്തെയും സ്നേഹത്താൽ മറികടക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 13-10 സ്നേഹം അയൽക്കാരനൊരു ദോഷവും ചെയ്യുന്നില്ല. അതിനാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 9-10 വൈകുന്നേരം ലൂക്കോസ് 5-17 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.